അങ്ങനെ ഗെൻതിങ് ഹൈലാൻഡ്സ് ഒക്കെ കറങ്ങി ഞങ്ങളുടെ സെക്കൻഡ് ഡേ റാപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ഒരു 6 മണി ഒക്കെ കഴിയുമ്പോഴേക്കും ഞങ്ങളുടെ ഐറ്റിനറിയൊക്കെ ഫിനിഷ് ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഞങ്ങളറിയാത്ത സ്ട്രീറ്റിലൂടെ നടന്ന് അങ്ങനെ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തു. പിന്നെ മലേഷ്യ പോകുന്ന ആൾക്കാരുടെ ശ്രദ്ധയ്ക്ക് എൻ്റെ ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഒരു ഹാൻഡ് ഫാൻ വാങ്ങുക. കയ്യിൽ പിടിക്കാൻ പറ്റുന്ന, ബേബീനെ ആയിട്ടാണ് പോകണമെങ്കിൽ സ്ട്രോളറിൽ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാനും കൂടി കയ്യിൽ കൊണ്ടു നടക്കുക. ഓരോരുത്തർക്കും ഓരോ ഫാൻ, കാരണം അത്രയും ചൂടാണ് അവിടെ. ആദ്യം ഞാൻ ഫ്ലൈറ്റ് ഇറങ്ങി വന്നപ്പോൾ കുറേ ഫാൻ ഇങ്ങനെ വിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഫാനോ, ഇതൊക്കെ എന്തിനാ? മലേഷ്യയിലുള്ള ആൾക്കാർ മേക്കപ്പൊക്കെ ചെയ്യുന്നതുകൊണ്ടായിരിക്കും. എൻ്റെ വിചാരം മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ് ഈ ഹാൻഡ് ഫാൻ യൂസ് ചെയ്യുന്നതെന്നാണ്. പിന്നെ അല്ലേ മനസ്സിലായത് അവിടുത്തെ ചൂട് കാരണം എല്ലാവരുടെ കയ്യിലും ഫാനാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലൊരു ഫാൻ ഇന്ത്യയിൽ നിന്ന് വാങ്ങിച്ചിട്ട് പോകാൻ ശ്രമിക്കുക, കാരണം അവിടെ ഇത്തിരി വില കൂടുതലാണ്. അപ്പോൾ മലേഷ്യ പോകുന്ന ആൾക്കാരെ ശ്രദ്ധിക്കുക. നിങ്ങൾ മലേഷ്യ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകേണ്ട ഡെസ്റ്റിനേഷൻസ് നോട്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ഹോട്ടൽ നല്ലത് ബുക്ക് ചെയ്യുക. ഞങ്ങൾ താമസിച്ച ഹോട്ടൽ മെട്രോ സ്റ്റാർ ഭയങ്കര നല്ല ഹോട്ടലായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ ബുക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ഗ്രാബോ അങ്ങനെ ഏതെങ്കിലും ഒരു ടാക്സി സർവീസ് വഴി ഓരോ സ്ഥലത്തേക്ക് പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാശ് ലാഭിക്കാൻ പറ്റും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 2 ദിവസം മാക്സിമം സിറ്റി ടൂറിന് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. 4 ദിവസം എടുത്ത് ഫുള്ള് സിറ്റി ടൂറിന് പോകേണ്ട ഒരാവശ്യവും ഇല്ല. 2 ദിവസം കൊണ്ട് എല്ലാം വൈൻഡപ്പ് ചെയ്തിട്ട് നിങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുക. വേറെ കൺട്രിയിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ ലങ്കാവിയിലേക്ക് പോവുക. ലങ്കാവി മലേഷ്യ തന്നെ ഒരു സ്ഥലമാണ്, പക്ഷെ അങ്ങോട്ടേക്ക് വേറെ ഫ്ലൈറ്റിന് പോകേണ്ടി വരും. ഞങ്ങൾ ക്വാലാലംപൂരിലാണ് ഇപ്രാവശ്യം വന്നത്. അപ്പോൾ ക്വാലാലംപൂരിലെ സിറ്റി ടൂറാണ് നമ്മൾ ഇപ്രാവശ്യം എടുത്തത്. പിന്നെ മലേഷ്യയിൽ ട്രിപ്പ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ സമ്മർ സീസണിൽ ഇടാൻ പറ്റിയ ടൈപ്പ് ഡ്രസ്സസൊക്കെ ഇട്ടിട്ട് വരാം, അല്ലെങ്കിൽ അത് പാക്ക് ചെയ്തിട്ട് വരാം. ഇനി കുട്ടികളായിട്ട് വന്ന ആൾക്കാരുടെ ശ്രദ്ധിക്ക്, ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കിട്ടും. അതുകൂടാണ്ട് ബോയിൽഡൊക്കെ നിങ്ങൾക്ക് ഹോട്ടലിൽ തന്നെ പറഞ്ഞാൽ കിട്ടും. പിന്നെ എന്തെങ്കിലും പൊറിച്ച് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അതിൻ്റെ സാധനങ്ങൾ മാത്രം കൊണ്ടുവന്നാൽ മതി. വേറൊരു കാര്യം പറയാനുള്ളത് ലഗേജിനെ പറ്റിയിട്ടാണ്. ലഗേജിൻ്റെ ഡയമെൻഷൻ ഭയങ്കര സ്ട്രിക്റ്റാണ്. നമ്മുടെ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ അത്രയും സ്ട്രിക്റ്റ് അല്ല, അതിനേക്കാൾ സ്ട്രിക്റ്റാണ് മലേഷ്യയിൽ. അതുകൊണ്ട് കറക്റ്റ് ഡയമെൻഷൻ ആയിട്ടുള്ളത് തന്നെ എടുത്തിട്ട് പോകണം.